സ്നേഹമുള്ളവരെ, സാഹസികമായ ഒരു തലമുറയുടെ സമരചുംബനങ്ങളുടെ ഓർമ്മകൾക്ക് 12 വർഷം ഒരു വ്യാഴവട്ടം പൂർത്തിയാവുകയാണ്. അയിത്തത്തിനെതിരെ നടന്ന സമരങ്ങൾ പോലെ ശരീരത്തെയും ആത്മാവിനെയും ആഴത്തിൽ സ്പർശിച്ച് അഥവാ വലിച്ചിഴച്ച് ഇടപെടുവിച്ച ഒരു സമര സന്ദർഭമായിരുന്നു കിസ് ഓഫ് ലവിൻ്റേത്. ആത്മാർത്ഥതയെ കുറിക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രയോഗമാണ് തടിക്ക് കൊടുക്കുക. അക്ഷരാർത്ഥത്തിൽ ഒരു തലമുറ, ഒരു നാട് തടിക്ക് കൊടുത്തു നടത്തിയ ഒരു സമരം, അത് രൂപപ്പെട്ടു വന്ന ചരിത്ര സന്ദർഭം, അത് സംവദിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ സമസ്യകൾ, പിന്നീട് ഭാവി കേരളത്തിന് അതേതെല്ലാം വിധത്തിലാണ് മുതൽക്കൂട്ടായത്, ആ സമരത്തെ ചേർന്ന് നടന്ന ഉയർന്നു വന്ന സംവാദ മണ്ഡലങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ ഈ വേദി ആലോചിക്കുന്നത്. ആദ്യമായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയും സാമൂഹ്യ വിഷയങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ജയദേവിക ഈ സമരത്തിൻ്റെ ആശയപരമായ പ്രത്യയശാസ്ത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ച് ഈ വേദിയിൽ നമ്മോട് സംസാരിക്കും. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സമരത്തെ ഇപ്പോഴെങ്കിലും നമ്മൾ ഓർമ്മിക്കാൻ ശ്രമിക്കൂ എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. വളരെ തെറ്റായ മാധ്യമ ചിത്രീകരണങ്ങൾ, അതായത് വളരെ ഉപരിപ്ലവമായ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ആയിരുന്നു ഈ സമരത്തിൻ്റെത് എന്ന ആ ഒരു സ്മരണ തിരുത്താൻ വളരെ പ്രയാസവുമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു വേദി ഒരുക്കിയ സംഘാടകരോട് നന്ദിയുണ്ട്. ഈ സമരത്തെ ശരിക്കും നിങ്ങൾ കാണണം. ഒന്നാമത് എന്തായിരുന്നു ഈ കിസ് എന്നുള്ള വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചതെന്നുള്ളത്, മനുഷ്യർ തമ്മിലുള്ള സ്നേഹപൂർണമായ ഇടപഴകലുകൾ, അതായത് നമ്മൾ അണഞ്ഞിടപഴകുക എന്നൊക്കെ പറയാവുന്ന അത്രയും സ്നേഹം പരസ്യമായി പ്രകടിപ്പിക്കുക. ഇത് നമ്മുടെ നാട്ടിലെ അശ്ലീലതാ നിയമങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന ഒരു രീതി നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. അശ്ലീലം എന്താണെന്ന് കൃത്യമായിട്ടൊന്നും എങ്ങും നിർവചിച്ചിട്ടില്ലെങ്കിലും പോലീസിന് ഇഷ്ടമുള്ളതെല്ലാം, പോലീസിന് ഇഷ്ടപ്പെടാത്തതെല്ലാം അശ്ലീലം എന്ന് പറയുന്ന ഒരു രീതി നാട്ടിലുണ്ട്. അപ്പോൾ ഈ സമരത്തിൽ ഉയർത്തിയ വലിയ ചോദ്യം, പരസ്യമായി 2 പേർ ചുംബിച്ചാൽ ഉടനെ നിയമവും പോലീസ്, പട്ടാളം, നിയമം എല്ലാം ഓടി വരും. എന്നാൽ വഴിയിൽ സമരത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ പേരിലോ പരസ്പരം അടിച്ച് ഒരാളെ കൊന്നാൽ, അല്ലെങ്കിൽ ആൾക്കാരെ മുറിവേൽപ്പിച്ചാൽ, അവരുടെ വസ്തുവകകൾ നശിപ്പിച്ചാൽ ഒന്നും ആർക്കും ഇല്ലാത്ത ഒരു വിഷമം 2 മനുഷ്യർ പരസ്പര സമ്മതത്തോടെ സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഈ സമരം മലയാളിയുടെ മുമ്പിൽ ഉയർത്തിയത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഇന്നും തേടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ആ ഉയർത്തിയ ചോദ്യം നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സമരത്തിൻ്റെ പശ്ചാത്തലം 20-ാം നൂറ്റാണ്ടിലെ മൂല്യവ്യവസ്ഥ എത്രത്തോളം ഹിംസാപരമാണ്, എത്രത്തോളം മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതാണ് എന്ന് ഒരു തിരിച്ചറിവുണ്ടായ നിമിഷമായിരുന്നു. അതായത് അതിനുള്ള സാഹചര്യം 20-ാം നൂറ്റാണ്ട് മുതലേ രൂപപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, 1990-കളിലാണ് കേരളത്തിൽ സ്ത്രീകൾ കാര്യമായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നത്, സ്ത്രീകൾ എഴുതി തുടങ്ങുന്നത്, സാഹിത്യരംഗത്തൊക്കെ സ്ത്രീകളുടെ പ്രസൻസ് വളരെ ശക്തമായി തുടങ്ങിയത് അപ്പോഴാണ്. സ്ത്രീപക്ഷ ഗവേഷണം ഞങ്ങളുടെയൊക്കെ തലമുറയിലാണ് രൂപപ്പെടുന്നത്. സ്ത്രീപക്ഷ സിനിമാ നിരൂപണം, അങ്ങനെയുള്ള എത്രയോ വ്യാവഹാരികമായ വളരെ ശക്തമായ സാന്നിധ്യം സ്ത്രീപക്ഷത്തിൻ്റേതായിട്ടുണ്ടാകുന്നു. കേരളത്തിലെ ഫെമിനിസം തന്നെയാണ് ഈ ചോദ്യം ശരിക്കും ആദ്യം ഉന്നയിച്ചതെന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് 90-കളിൽ കേരളത്തിൽ ഈ വളരെ ഇടുങ്ങിയ ഒരു പ്രാദേശികതയിൽ അല്ലെങ്കിൽ ദേശീയതയിൽ ഒതുങ്ങിയിരുന്ന ഒരു നാട് പെട്ടെന്ന് ഈ ആഗോളീകരണത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് വരുന്നു. ഈ ഒരു ലോക പരിചയം എന്നുള്ളത് മലയാളിയുടേത് വളരെ കാര്യം ചെറുപ്പക്കാരുടെ ഇടയിലാണ് വികസിക്കുന്നത്. 90-കളിലാണ് കേരളത്തിൽ സവർണ അല്ലാത്ത വിഭാഗങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാർ
ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ശക്തമായ രീതിയിൽ കടന്നു വരുന്നത്. അപ്പോൾ പണ്ടൊക്കെ ക്ലാസ്സിൽ വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമായിരുന്ന സമുദായങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഒക്കെയുള്ള ചെറുപ്പക്കാർ ധാരാളമായി ക്ലാസ്സുകളിൽ ഉണ്ടാകുന്നു. അവർ തമ്മിൽ കാര്യമായിട്ട് ഇടപഴകുന്നു. സ്ത്രീകളുടെ സാന്നിധ്യം ഓരോ കോളേജുകൾ കലാലയങ്ങളിലൊക്കെ ധാരാളം വർദ്ധിക്കുകയും ചെറുപ്പക്കാർ തമ്മിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇങ്ങനെ മാറിയിരിക്കുന്ന സ്വഭാവം. ഇതുപോലൊരു സദസ്സ് 1980-കളിലാണ് നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിൽ സ്ത്രീകളെല്ലാം ഒരു സൈഡിലും പുരുഷന്മാരെല്ലാം മറ്റൊരു സൈഡിലും ഇരിക്കുന്ന രീതിയായിരുന്നു. അതായിരുന്നു ഏകദേശം 2015 വരെയും. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ സ്ഥലത്തെ ഇങ്ങനെ ഈ ലിംഗപരമായ ചില പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് വൈകാരിക തീവ്രതയാർന്ന ഇടപെടലുകളെ നാം സ്നേഹത്തിൻ്റെ ഇടപെടലുകളെ മാത്രം പൊതുവിടങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്തിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഈ പുതിയ തലമുറ, ചെറുപ്പക്കാരുടേതായ ഈ ഒരു പുതിയ തലമുറ ചോദിച്ചു തുടങ്ങും. ഇതോടൊപ്പം തന്നെയാണ് കേരളത്തിൽ സമുദായ പ്രസ്ഥാനങ്ങളാകട്ടെ, പഴയകാല പുരോഗമനം പറഞ്ഞിരുന്ന 20-ാം നൂറ്റാണ്ടിലെ നവവരേണ്യ സമുദായ പ്രസ്ഥാനങ്ങൾ ലൈംഗികമായ അസഹിഷ്ണുതയും യാഥാസ്ഥികത്വവും കൂടുതൽ മുറുക്കി പിടിക്കുന്നതും അതിനുള്ള സവിശേഷ സാമൂഹ്യശാസ്ത്രപരമായ സാഹചര്യങ്ങളും ഉണ്ടായി വന്നതാണ്. അപ്പോൾ ഈ രണ്ട് ശക്തികളും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണ് ശരിക്കും ഈ കിസ് ഓഫ് ലവ് എന്ന ഇതിൽ ഉണ്ടായത്. നിങ്ങൾക്കറിയാം, അതിലുണ്ടായ സംഭവം വളരെ വ്യക്തമാണ്. ചെറുപ്പക്കാർ കൂടി വന്നിരുന്ന ഒരു ഭക്ഷണശാലയിൽ, അതായത് ഒരു പൊതുവിടത്തിൽ, റിലാക്സേഷൻ്റേതായ ഒരു പൊതുവിടത്തിൽ, അവിടെ ഈ ചെറുപ്പക്കാർ ചുംബിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. ആ ആരോപണങ്ങൾ ഉണ്ടാകുന്നതോടെ ഈ ഒരു വലതുപക്ഷ ഒരു ഹിംസയുടെ ലക്ഷ്യത്തോടു കൂടി കുറേ പേര് അവിടെ വരുന്നു. അവർ ആ ഇടത്തെ ആക്രമിക്കുന്നു. അതാണ് ശരിക്കും ഇതിന് തുടക്കം കുറിച്ച. പക്ഷേ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ആക്രമണത്തെ പ്രതിരോധിക്കുമ്പോൾ ഈ ഒരു ഹെട്രോസെക്ഷുവലായിട്ടുള്ള പ്രണയം മാത്രമല്ല പുനഃസ്ഥാപിക്കപ്പെട്ടതെന്നുള്ളതാണ്. ചെറുപ്പക്കാരായവരുടെ ഇടയിൽ പരസ്പരം എങ്ങനെയൊക്കെ നമുക്ക് സ്പർശിക്കാം, സ്നേഹത്തോടെയുള്ള സ്പർശത്തിൻ്റെ വിവിധ രൂപങ്ങളുണ്ടെന്നും അതെപ്പോഴും ആണും പെണ്ണും തമ്മിൽ മാത്രമായിരിക്കണമെന്നില്ലെന്നും അത് പുരുഷന്മാർക്ക് തമ്മിലും അങ്ങനെ സ്പർശിക്കാം, സ്ത്രീകൾക്ക് തമ്മിൽ അങ്ങനെ സ്പർശിക്കാം, പ്രത്യേകിച്ച് ലിംഗ പ്രത്യേകതകളൊന്നും അവകാശപ്പെടാത്തവർക്ക് പരസ്പരം സ്പർശിക്കാം എന്നൊക്കെയുള്ള ആശയങ്ങൾ ചെറിയൊരു ഇടവേള, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2014 നവംബർ മുതൽ 2015 മാർച്ച് വരെയുള്ള ആ കാലത്തിൽ കേരളത്തിൽ പലയിടത്തും ഉണ്ടായി. അത് ഇന്ത്യയിൽ മുഴുവൻ പടർന്ന് ഇന്ത്യൻ സർവകലാശാലകളിലെല്ലാം തന്നെ കിസ് ഓഫ് ലവ് പ്രസ്ഥാനം പ്രതിഷേധ രൂപേണ പ്രത്യക്ഷപ്പെടുകയും അത് ചെയ്തു എന്നുള്ളതാണ് ആ സമരത്തിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ട് നമ്മൾ ആ സമരത്തെ മറക്കുന്നു, അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും എന്ന് ശരിക്കും ആത്മപരിശോധന നടത്താനുള്ളൊരു അവസരമാകട്ടെ ഇത്. താങ്ക് യു. നമുക്കറിയാവുന്ന പോലെ ഈ കോഴിക്കോട് നഗരത്തിലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിനകത്തു നിന്ന് ഉള്ള ചില ദൃശ്യങ്ങളെ മുൻനിർത്തിയാണ് ഇത്തരം ഒരു കടന്നാക്രമണം ആ സ്ഥാപനത്തിന് നേരെ നടക്കുകയും അത് നാം ഒരുപക്ഷെ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ച് അറിഞ്ഞിട്ടുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അക്രമോത്സുക ഹിന്ദുത്വ ഭീകരവാദത്തിൻ്റെ ഒരു പ്രയോഗരൂപമായി കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിലേക്ക് അത് കടന്നു വരുന്നു എന്ന തിരിച്ചറിവാണ് വളരെ വ്യാപകമായ ഈ സമരങ്ങളിലേക്ക് ഒരുപക്ഷെ യുവത്വത്തെ നയിച്ചത് എന്ന് നമുക്കറിയാം. പ്രമോദ് രാമൻ ഒരേ സമയം ഒരു എഴുത്തുകാരനും ഒരു മാധ്യമപ്രവർത്തകനുമാണ്. അക്കാലത്തെ ഒരു മുഖ്യധാരാ മാധ്യമത്തിലൂടെ വന്ന ഒരു വാർത്തയെ തുടർന്നാണ് ഇങ്ങനെയൊരു അക്രമ സംഭവം ഉണ്ടാവുകയും പിന്നീട് ഉണ്ടായ ഈ സമരത്തിലേക്ക് ഇവിടുത്തെ യൗവനത്തിന് കാലെടുത്ത് വെക്കുകയും ചെയ്യേണ്ടി വരുന്നത്. ഏത് സമരത്തിന് പിറകിലും ദീർഘകാലികമായ ഒരു കാരണം എന്നതുപോലെ അതിനെ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യുന്ന ചില ഇൻസിഡൻസും ഉണ്ടാവും. ആ ഒരു ഇൻസിഡൻ്റാണ് നേരത്തെ ദേവിക മാം ഓർത്തത്, നാം അത് വീണ്ടും ഓർക്കുന്നു. ആ സന്ദർഭത്തിലെ, ആ ഒരു ചരിത്ര സന്ദർഭത്തിലെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് ആദ്യ റൗണ്ടിൽ പ്രമോദ് രാമൻ നമ്മോട് സംസാരിക്കും. വാസ്തവത്തിൽ 2014 ചുംബന സമരം
കേരളീയ സമൂഹത്തിൽ സൃഷ്ടിച്ച പ്രകമ്പനം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളേണ്ടി വന്നത് മാധ്യമങ്ങൾക്കാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഷിജു പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു ചെറുപ്പക്കാർ ധാരാളമായി വന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു ഹോട്ടലിൽ ഉണ്ടായ ഒരു, അല്ലെങ്കിൽ അവിടെ ചെറുപ്പക്കാർ തമ്മിൽ ഇടപെടുന്നതിൻ്റെ ഒളി ക്യാമറ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടാണ്, ഒരു ചാനൽ സംപ്രേഷണം ചെയ്തതിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. അത് നേരത്തെ കരുതിക്കൂട്ടി അങ്ങനെ കണക്കാക്കിയിരുന്നത് പോലെ അതിൻ്റെ തൊട്ട് പിന്നാലെ ചില സംഘടനകൾ വന്ന് ആ ഹോട്ടൽ അടിച്ച് തകർക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഇത് സംപ്രേഷണം ചെയ്ത മാധ്യമം മാത്രമല്ല, പൊതുവിൽ മാധ്യമങ്ങളെല്ലാം തന്നെ അവിടെ അന്ന് ചുംബിച്ച അല്ലെങ്കിൽ പരസ്പരം സ്നേഹമറിയിച്ച ആ യുവാക്കൾക്ക് എതിരായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. അതിന് കാരണം അന്ന് നിലവിലിരുന്ന, അന്ന് സമൂഹത്തിലും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലുൾപ്പെടെ, ന്യൂസ് റൂമുകളിലുൾപ്പെടെ മേൽക്കൈ നേടിയിരുന്ന ഒരു പൊതുപ്രവണത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇടപെടലുകളെ അനാശാസ്യ പ്രവൃത്തിയായി കാണുക എന്നുള്ളതാണ്. ആശാസ്യകരമല്ലാത്ത പ്രവൃത്തി, രണ്ട് ശരീരങ്ങൾ സ്പർശിക്കുന്നത് ഏതോ തരത്തിലൊരു കുറ്റകൃത്യമാണ് എന്ന് കരുതുന്ന ഒരു അന്തരീക്ഷം അന്ന് പൊതുവിലുണ്ടായിരുന്നു. ഏറ്റവും ബാക്കി എല്ലാ നിലയിലും നമുക്ക് മറ്റെല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും നമ്മൾ ഒരുവിധം സഹിക്കും. പക്ഷേ സ്നേഹപൂർവം, ഇപ്പോൾ ഇവിടെ ജയദേവിക പറഞ്ഞതുപോലെ സ്നേഹപൂർവം രണ്ടുപേർ കെട്ടിപ്പിടിച്ചാൽ എന്തോ വലിയ കുഴപ്പമാണ് എന്ന് തോന്നുന്ന ആ ഒരു മനോവിചാരത്തിനായിരുന്നു, അതാണ് പ്രബലമായി എല്ലാവരെയും ഭരിച്ചിരുന്നത്. പക്ഷേ ഇതുണ്ടായിക്കഴിഞ്ഞ് ഇതിനോടുള്ള പ്രതികരണങ്ങൾ പല നിലയിലും സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിൽ നിന്ന് ഉയർന്നു വന്നതോടുകൂടി, അല്ലെങ്കിൽ അതിലുൾപ്പെട്ട ഫർമീസ് എന്നുൾപ്പെട്ട ആ യുവാവ് തന്നെ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ രംഗത്ത് വന്നു. അതിനുശേഷം കോഴിക്കോട് കടപ്പുറത്ത് ചുംബന സമരം എന്ന നിലയിൽ ഒരു പ്രസ്ഥാനം ചെറുതായിട്ട് ആരംഭിക്കുന്നു. അതിനോട് വലിയ തോതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ അങ്ങനെ രണ്ടാമത് നവംബർ 2-ന് 2014 നവംബർ 2-ന് കൊച്ചിയിൽ ചുംബന സമരം നടത്താൻ പോകുന്നു എന്ന പ്രഖ്യാപനം വരുന്നു. ഈ ഘട്ടമാകുമ്പോഴേക്കും ഇതിൻ്റെ സ്വഭാവം മാറുകയായിരുന്നു. അതായത് പിന്നീട് അങ്ങോട്ട് ഒരു വാക്ക് കോയിൻ ചെയ്തു വരികയായിരുന്നു. അതായത് സദാചാര ഗുണ്ടായിസം എന്ന പദം അതോടുകൂടിയാണ് നമ്മൾ കേട്ടു തുടങ്ങുകയും അതോടുകൂടിയാണ് അത് മാധ്യമങ്ങൾ ആ പദത്തിൽ ഉൾപ്പെടുന്ന എല്ലാത്തരം ആക്ടിവിറ്റികളെയും, അതായത് രണ്ടുപേർ അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യങ്ങളെ ഒളിക്കണ്ണിട്ട് നോക്കി കണ്ടുപിടിച്ച് അതിനെതിരെ രംഗത്ത് വരുന്ന തരം സ്വഭാവമുള്ള ഈ സദാചാരവും ഗുണ്ടായിസവും തമ്മിലുള്ളൊരു, ആലോചിക്കണം, ഭയങ്കരമായി രണ്ട് രീതിയിൽ. അതായത് സദാചാരം അന്നേ വരെ സദാചാരബദ്ധമായി മാത്രം ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് സദാചാര ഗുണ്ടായിസം എന്നൊരു പദം വരികയാണ്. അതിൻ്റെ പേരിൽ ഗുണ്ടായിസം കാണിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിനുശേഷം ഇന്നേ വരെ മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത് സദാചാര ഗുണ്ടായിസമായിട്ടാണ്. അതുവരെ അതെന്തോ വളരെ ധാർമ്മികമായൊരു കാര്യമായിട്ടും അതിനുശേഷം, അതായത് ചുംബന സമരത്തെ തുടർന്ന് അത് മാധ്യമ മുറികളെ മിക്കവാറും ഒക്കെ റാഡിക്കലൈസ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം ഇന്നേ വരെ അത്തരത്തിലുള്ള ഏത് സംഭവത്തോടും മാധ്യമങ്ങൾ പ്രതികരിക്കുന്നത് അത് ഗുണ്ടായിസമായി കണ്ടുകൊണ്ട് തന്നെയാണ്. ആ ഒരു മാറ്റം കൊണ്ടുവരാൻ ചുംബന സമരത്തിന് കഴിഞ്ഞു. അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് അത് വളരെ വലിയ ഒരു നേതൃത്വവുമില്ലാതെ വളർന്നു വന്ന, നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വന്ന, ഒരുപക്ഷെ വെർച്വൽ സ്പേസിലൂടെ ആദ്യമായി കേരളം കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായി അത് മാറുകയും അത് അങ്ങനെ ഒരു വലിയ മാറ്റത്തിന്, നമുക്കറിയാം മാധ്യമങ്ങളും പൊതുസമൂഹവും തമ്മിൽ എത്ര കണ്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലാകെ മാറ്റം വരുത്താൻ കഴിയും വിധം അത് മാറുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യമായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഇങ്ങോട്ട് ഒരുപക്ഷെ ഞാൻ കാണുന്നത്, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ അനുസരിച്ച്, നമ്മളത് ആ നേട്ടം എത്രയുണ്ട് നമുക്ക് നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാധ്യമ മേഖലയിൽ പക്ഷേ അത്
തുടർന്ന് ഇങ്ങോട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് വെച്ചാൽ അത് പിന്നീട് അങ്ങോട്ട് ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എത്ര കണ്ട് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അതിന് പല രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ രാഷ്ട്രീയ കാരണങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ അടുത്തൊരു ഘട്ടത്തിൽ നമുക്ക് എത്തുമ്പോൾ പറയാൻ കഴിയും. താങ്ക് യു. തീർച്ചയായും മാധ്യമങ്ങളിൽ എങ്ങനെയാണ് ഒരു ചിന്താമാതൃകയുടെ പരിമിതമെങ്കിലുമുള്ള ഒരു മാറ്റം ഈ സമരം ഒരു സമ്മർദ്ദമായി, ഒരു അവബോധത്തിൻ്റെ തിരുത്തായി കൊണ്ടുവന്നത് എന്നതാണ് പ്രമോദരാമൻ പറയാൻ ശ്രമിച്ചത്. മാധ്യമങ്ങളിൽ മാത്രമല്ല, ഒരു സ്കൂൾ അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കറിയാം, ഞങ്ങളുടെ വിദ്യാലയങ്ങളുടെയൊക്കെ പരിസരങ്ങളിൽ ആളുകൾ ഇപ്പോൾ വളരെ നിരാശയോടുകൂടി ഈ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്ന തരത്തിൽ പെരുമാറുന്ന ആളുകൾ ഇപ്പോൾ ഒന്നും പറഞ്ഞുകൂടാലോ, എല്ലാം പെട്ടെന്ന് ആവൂലേ, സദാചാര ഗുണ്ടായിസ എന്ന് പറഞ്ഞ് പെട്ടാ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ എന്നുള്ള നിരാശകളൊക്കെ പലപ്പോഴും ആളുകളിൽ നിന്ന് കേൾക്കേണ്ടി വരാറുണ്ട്. ആ അർത്ഥത്തിൽ ആളുകൾക്കിടയിലും ഒരു മുന്നറിയിപ്പോ ഒരു താക്കീതോ ഒക്കെ ആയി നിൽക്കാൻ ഇടയിലും ചില സംഭവങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതല്ല, എങ്കിൽ പോലും അത്തരത്തിലൊരു തിരുത്തലായി തീരാൻ ആ സന്ദർഭത്തിലെ സംവാദങ്ങൾക്ക് തീർച്ചയായും സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ സമരത്തിൻ്റെ അനുഭവ സാക്ഷ്യവുമായി ഒരുപക്ഷെ ഈ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ വളരെ തീക്ഷ്ണമായ അനുഭവങ്ങളുടെ ഓർമ്മകളുമായിട്ടാണ് ദീദി നമുക്കൊപ്പം ഈ വേദിയിൽ ഇരിക്കുന്നത്. ഒരു അധ്യാപിക കൂടിയായിരുന്നു. ഒരുപക്ഷെ അധ്യാപന വൃത്തിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതുപോലെ ഒരു വിഷയം ഏറ്റെടുക്കുകയും അതിൻ്റെ മുൻനിരയിൽ നിൽക്കുകയും അതിൻ്റെ സംഘാടനത്തിൽ നിൽക്കുകയും അതിൻ്റെ ഒരു ഐക്കണായി മാറിത്തീരുകയും ചെയ്യേണ്ടി വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയ ആന്തരിക സമ്മർദ്ദങ്ങളുടേതായ മറ്റൊരു സമരം കൂടി ഉണ്ട്. ആ സമര അനുഭവങ്ങളുടെ ദീദിയുടെ ഓർമ്മകളിലേക്ക് നമുക്കടുത്തതായി സഞ്ചരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പ്രാവശ്യത്തെ KLF-ൻ്റെ ഒരു പ്രത്യേകത ഈ ബോട്ടിൽ വരാമെന്നുള്ളതായിരുന്നു. ഞങ്ങൾ ബോട്ടിലാണ് വന്നത് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഓട്ടോയിലായിരുന്നു വരിക. ബോട്ടിൽ വരുമ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങളെ കാല് നനയ്ക്കാതെ ആ വേവിൽ പെടാതെ നോക്കി. നമ്മൾ കയറിയപ്പോൾ ആരും നനഞ്ഞതൊന്നുമില്ല. ഇറങ്ങുമ്പോഴും ഇവരെല്ലാവരും സേഫായിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു വേവ് വന്നു, അത് കംപ്ലീറ്റ് കാല് നനച്ചു. അതിൻ്റെ മണ്ണ് ഇപ്പോഴും കാലിൽ നിന്ന് പോകുന്നില്ല. ഇവിടെ വന്നത് കാല് കഴുകി നോക്കി. ആ വേവിനെ നമ്മൾ കില്ലർ വേവ് എന്നാണ് പറയുക, നമ്മളെ നനച്ച് കളയുന്ന വേവ് ഉണ്ട്. അങ്ങനെ ഒരു വേവാണ് എന്നെ സംബന്ധിച്ച് ഈ കിസ് ഓഫ് ലവ് എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഇതേ മറ്റേ കിഡ്സൺ കോർണറിൽ എല്ലാ സമരങ്ങളിലും ഏതാണ്ട് ഞാൻ പറയുന്ന ഐഡിയോളജിനോട് യോജിച്ച് നിൽക്കുന്നതിൽ പ്രതിഷേധ കൂട്ടായ്മകൾ ഉണ്ടാവാറുണ്ട്. അത്തരം എല്ലാ സമരങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആരും അത് ഓർക്കുന്നു പോലുമില്ല. സ്ത്രീകൾക്ക് ഇരിക്കണം, സെയിൽസ് ഗേൾസിൻ്റെ ഇരിപ്പ് സമരം അവിടുന്ന് നടത്തി, നിൽപ്പ് സമരം നടത്തി, ബാത്റൂമുകളില്ല ഷോപ്പുകളിൽ അതിനുവേണ്ടി സമരം നടത്തി. അങ്ങനെ ഒട്ടനവധി സമരങ്ങൾ അതേ കിഡ്സൺ കോർണറിൽ വെച്ച് നടത്തിയിട്ടുണ്ടെങ്കിലും എന്നെ ഓർക്കുന്ന ആൾക്കാർക്ക് ഞാൻ പങ്കെടുത്തൊരു സമരമായിട്ട് ഇന്നും ഓർമ്മയുള്ളത് ഈ കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന സമരം തന്നെയാണ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രസക്തിയാണ്. മേലിൽ നിന്ന് നമ്മളെങ്ങനെ തട്ടി മാറ്റിയാലും ഇപ്പോഴും 12 വർഷം കഴിഞ്ഞിട്ടും കിസ് ഓഫ് ലവിനെ പറ്റി ഇതുപോലൊരു വേദിയിൽ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോവാത്ത, നനച്ചു കളഞ്ഞ ആ വേവിൻ്റെ ശക്തി തന്നെയാണ് ഈ കിസ് ഓഫ് ലവിന് ഉണ്ടായിരുന്നത്. പല നിലയ്ക്കും പ്രത്യേകതകളുള്ള ഒരു സമരം ആയിരുന്നു അത്. ഒരു ഭാഗത്ത് നമുക്കൊന്ന് ഇതിനൊരു ഹൈറാർക്കി ഇല്ല, മറ്റ് സംഘടനാ സ്വഭാവം ഇതിന് തീരെ ഉണ്ടായിരുന്നില്ല. വളരെ മച്ച് ലേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ കലക്റ്റീവ് എന്ന് പറയുന്നതിൻ്റെ ആദ്യ രൂപം നമ്മളവിടെ കാണുമായിരുന്നു. ഇത് ഒരു ഫേസ്ബുക്കിൽ ഒരു ആഹ്വാനം പോലെ തമ്മിൽ ഇതിനോട് യോജിക്കുന്നവരെല്ലാവരും സ്വയം വോളണ്ടിയർ ചെയ്യുന്ന, കൃത്യമായിട്ട് നിഷ്ഠകളുള്ള, ഇതുപോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം വേണം എന്നൊന്നുമില്ലാതെ ഈ പറയുന്ന മൊറാലിറ്റി ഉണ്ടല്ലോ, ദ റൈറ്റ് വിങ് മൊറാലിറ്റി എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയുന്നവരൊക്കെ തെരുവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ആണ്. വലിയ ടോൾ ക്ലെയിം ഒന്നുമില്ല, പക്ഷേ ഒരു ട്രാൻസിഷൻ പീരീഡ്. ഇന്നത്തെ യൂത്തിനെ നോക്കിയാൽ നമുക്കറിയാം, അവർ പ്രത്യേകിച്ച് പ്ലക്കാർഡ് പിടിക്കാറില്ല, സ്റ്റേറ്റ്മെൻറ്റുകൾ ആവശ്യമില്ല, അവർ ജീവിതം കൊണ്ട് അത് കാണിച്ചു തരുന്ന ആൾക്കാരാണ്. അതിൻ്റെ മണ്ണൊരുക്കം എന്ന് പറയുന്നത് എന്തായാലും അതിൻ്റെ ഒരു കിക്ക് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് കിസ് ഓഫ് ലവ് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് എ ടോൾ ക്ലെയിം, പക്ഷേ അതിൻ്റെ ഒരു തുടക്കം അതായിരുന്നു എന്ന് പറയുന്നതിൽ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് എന്നാണ്.
കിഡ്സൺ കോർണറിൽ വെച്ച് ഞാൻ എൻ്റെ കൂടെ അത്രകാലം ജീവിച്ചിരുന്ന എൻ്റെ ലൈഫ് പാർട്ട്ണറിനെ ഒരു ഉമ്മ വെച്ചതിൻ്റെ പേരിൽ പെട്ടെന്നൊരു സംഘം വന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യായിരുന്നു, എന്ന് വെച്ചാൽ മർദ്ദിക്കുകയായിരുന്നു. അത് നല്ല കാര്യമാണ്. അവരുടെ മൊറാലിറ്റിക്കെതിരെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉടനെ പ്രതികരിക്കും, അടിച്ച് ഇല്ലാതാക്കും എന്നാണെങ്കിൽ, ആ ഉമ്മ വെച്ച സ്ഥലത്തിന് ചുറ്റും കബം തുപ്പി വെക്കുക, മൂത്രം ഒഴിച്ചു വെക്കുക, ഇതൊക്കെ അകത്തിരുന്ന്, ഇത് ബെഡ്റൂമിലിരുന്ന് ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് അന്ന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന മന്ത്രിമാരടക്കം പറഞ്ഞത്. ലെഫ്റ്റ് വിങ്ങിൽ ഏറ്റവും സെലിബ്രേറ്റഡ് ആയ ആൾക്കാർക്ക് ഇതെങ്ങനെ കണ്ടെയ്ൻ ചെയ്യണമെന്ന് പോലും അറിയുന്നില്ലായിരുന്നു. ബെഡ്റൂമിനകത്ത് വെച്ച് നടത്തേണ്ട കാര്യങ്ങൾ, മുറിക്കകത്ത് വെച്ച് നടത്തേണ്ട കാര്യം പുറത്തല്ല നടത്തേണ്ടത് എന്ന് പറയുന്ന ആർക്കെങ്കിലും, ഞാൻ അന്ന് എൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരികയാണ്, ഇമ്മ്യൂണിറ്റി ഇഷ്യൂ ഉണ്ട്, എന്നെപ്പോലെ ഒരാൾക്ക് ഇങ്ങനെ രോഗാതുരമായിട്ടുള്ള ഒരു SM സ്ട്രീറ്റിനെ ഉണ്ടാക്കുന്നതിൽ അവിടെ കൂടിയ ഞങ്ങളെ അടിച്ച ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ല. അവരുടെ പ്രശ്നം അതുകൊണ്ട് രോഗമുണ്ടാവും. ഞാൻ സ്നേഹത്തോടെ ഒരാളെ ചുംബിക്കുമ്പോൾ ചുറ്റുമുള്ളവർക്ക് എന്ത് രോഗമാണ് ഉണ്ടാവുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അന്ന് അവിടെ ഇന്നും സ്ട്രീറ്റുകളുടെ കാര്യം അങ്ങനെയാണ്. അകത്തിരുന്ന് ചെയ്യേണ്ട, ബാക്കിയുള്ളവരെ ശല്യം ചെയ്യാതിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പുറത്ത് ചെയ്യുന്നതിനെ പറ്റി ഇല്ലാത്ത ധാർമ്മിക രോഷമാണ് അവർ വിചാരിക്കുന്ന അകത്തിരുന്ന് ചെയ്യേണ്ട സ്നേഹത്തോടെയുള്ള ഒരു ചേർത്ത് പിടിക്കൽ അല്ലെങ്കിൽ ഉമ്മ വയ്ക്കൽ എന്ന് പറഞ്ഞത്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. ഞങ്ങളുടെ ജനറേഷനിൽ എനിക്ക് തോന്നുന്നു പ്ലക്കാർഡുകൾ പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ആവശ്യം അധികമില്ല എന്നാണ് തോന്നുന്നത്. അത് അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ കല്യാണം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ടാന്ന് വെക്കുമ്പോഴൊക്കെ അത് വലിയ പ്രസ്താവനയൊന്നുമല്ല, അത് വേണ്ടാന്ന് അങ്ങോട്ട് വെക്കുകയാണ് പുതിയ തലമുറ ചെയ്യുന്നത്. എനിക്ക് ജീവിതത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചത്, ഒന്ന് എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് അന്ന് ഒരു മെമ്മോ കിട്ടുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ പേരിലൊരു മെമ്മോ വരികയാണ്. കാരണം ഒരു ഊമക്കത്ത് പോയി എന്നാണ്, ഊമക്കത്തിൻ്റെ പേരിലാണ് മെമ്മോ. കുട്ടികളെ, സ്റ്റുഡൻസിനെ ഞാൻ വഴിതെറ്റിക്കുന്നു, ഇങ്ങനെ പരസ്യമായിട്ട് ഉമ്മ വയ്ക്കുകയും അത്തരം സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഒരു മെമ്മോ വരികയാണ്. അതുകൂടാതെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സോ കോൾഡ് ഡീസൻറ്റ്, റെസ്പെക്റ്റബിൾ എന്ന് ഇൻവേർട്ടഡ് കോമയിൽ വിളിക്കാവുന്ന ഒരാളും പിന്നെ കുറേ കാലത്തേക്ക് എന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല, സംസാരിക്കാറില്ല. കല്യാണങ്ങൾക്കൊക്കെ കാണുമ്പം ഒഴിഞ്ഞു നടക്കുന്നതായിട്ട് ഒക്കെ ഉണ്ടായിരുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അതെന്നെ ഇപ്പം അതൊക്കെ മാറി കേട്ടോ. അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരു പ്രത്യേകതരം അകൽച്ച. അപ്പോൾ എനിക്ക് ഈ ഡീസൻസി റീഡിഫൈൻ ചെയ്യപ്പെടുന്നത് പോലെയാണ് തോന്നിയത്. എന്നാലും സ്നേഹമുള്ളവർ പറഞ്ഞു, എന്നാലും അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മകളെ ഒരു കൺവെൻഷണൽ മാരേജ് എന്തായാലും വേണ്ട എന്ന് ആഗ്രഹിച്ച രക്ഷിതാക്കളാണ് നമ്മൾ. അപ്പോൾ അതിന് കിട്ടിയ മറുപടി, നിങ്ങൾക്കത് എഫോർഡ് ചെയ്യാൻ പറ്റുകയില്ല, കാരണം കൺവെൻഷനലായിട്ടുള്ളൊരു കല്യാണം നിങ്ങൾക്ക് ഞങ്ങളുടെ ചോയ്സ് അല്ല, ഞങ്ങളുടെ നിവൃത്തികേടാണ് എന്നാണ് അതിനെപ്പറ്റി അവർ ധരിച്ചത്. കാരണം നിങ്ങൾ കിസ് ഓഫ് ലവിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മാരേജ് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് തോന്നിയ അത്തരം പല ഞാൻ വ്യക്തിപരമായിട്ടുള്ള ജേണിയാണ് പറയുന്നത്. ഈ സമരം എന്നുള്ള നിലയ്ക്ക് അതിന് വേറെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ ഈ ഡീസൻസി, റെസ്പെക്റ്റബിൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ റീഡിഫൈൻ ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ജോലി എടുക്കുന്ന സ്ഥലത്ത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് അഗെയിൻസ്റ്റ് റൈറ്റ് എന്നാണ്, പ്രോഗ്രസീവ് അഗെയിൻസ്റ്റ് വാട്ട്സ് കൺവെൻഷണൽ, അതാണ് കാര്യമെങ്കിൽ അതിൽ ഏറ്റവും അങ്കലാപ്പിലായി പോയത് ദ സോ കോൾഡ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കിതിൽ എവിടെ പിടിക്കണമെന്ന് അറിയുന്നില്ല. അതായത് അത് കുഴപ്പമില്ല എന്ന് പറയണോ, അതോ അത് അനാക്കിസമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണോ, അതോ ഞങ്ങളും കൺവെൻഷനിലാണ് എന്ന് പറയണോ, അവരുടെ റോളുകളെ പറ്റി അവർക്ക് വല്ലാത്തൊരു അങ്കലാപ്പും ഉണ്ടായിരുന്നു. പല നിലയ്ക്കും നമുക്ക് വേണമെങ്കിൽ അതിനോട് വിയോജിക്കാം, പക്ഷെ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, നേരത്തെ പറഞ്ഞ ചരിത്രപരമായി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സമരം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് കിസ് ഓഫ് ലവ്. എത്ര മനുഷ്യരേൽക്കുന്ന വെയിലാണ് പിന്നീടൊരു തലമുറയുടെ തണലായി മാറുന്നത് എന്നത് പൂർണ്ണമായും ഒരു ധർമ്മങ്ങൾ നിർവഹിച്ച ഒരു സമര വിജയത്തിൻ്റെ ഓർമ്മയിൽ നിന്നുകൊണ്ടല്ലെങ്കിൽ കൂടി ഒട്ടേറെ അവബോധപരമായ തിരുത്തുകൾ വരുത്തിയ പുതിയ അന്തരീക്ഷത്തിലിരുന്നു കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. കിസ് ഓഫ് ലവ് സമരം നടക്കുന്ന കാലത്തെ ഒരു +2 വിദ്യാർത്ഥിയാണ് ആദി. ഇന്ന് ആദി മലയാളത്തിലെ ഏറെ ശ്രദ്ധേയനായ ഒരു കവിയാണ്, ഒരു ആക്ടിവിസ്റ്റാണ്. പ്രത്യേകിച്ച് ശരീരവുമായി ബന്ധപ്പെട്ട, മനുഷ്യരുടെ ലിംഗ അസ്തിത്വവുമായി ബന്ധപ്പെട്ട സങ്കീർണതകളെ
ഏറ്റവും ശക്തമായ ഭാഷയിൽ, സർഗാത്മകമായ ഭാഷയിൽ, അതിൻ്റെ രാഷ്ട്രീയം ഏറ്റവും നന്നായി മെടിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതിൻ്റെ സൗന്ദര്യാത്മകത ഏറ്റവും ബലത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് ആദി. ചുംബന സമരാനന്തരമുള്ള കേരളത്തിൽ തൻ്റെ ഇക്കണ്ട കാലത്തെ അക്കാഡമിക്കും സാമൂഹികവുമായ ജീവിതം പിന്നിട്ട ആദിക്ക് എന്താണ് ഈ സമരത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം, ഞാൻ എന്തുകൊണ്ട് ഈ വേദിയിൽ എന്ന് അറിയാത്ത ഒരാൾ കൂടിയാണ് ഞാൻ. അത് ആദ്യമേ പറയേണ്ടതുണ്ടെന്ന് തോന്നും. കാരണം ഈ സമരത്തിൽ പങ്കെടുത്ത, ഇതിൻ്റെ ഭാഗമായിട്ട് കേസുകൾ ഉള്ള ഒരുപാടധികം മനുഷ്യരുണ്ട്. ഇപ്പം നമ്മുടെ ഇതിനകത്ത് തന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത മനുഷ്യരുടെ മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് കേസുകളിൽ പെട്ട മനുഷ്യരുടെ മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ആ മനുഷ്യരൊക്കെ അദൃശ്യതയിലുണ്ട്. സമരങ്ങൾക്ക് എപ്പോഴും ചില ഐക്കോണിക് ആയിട്ടുള്ള ഫിഗേഴ്സിനെ വേണം. സമരങ്ങളിൽ ചില ഒറ്റ നായകന്മാരൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് സമരങ്ങൾ എപ്പോഴും ബിൽഡ് ചെയ്യാം. എന്ത് തരം കളക്റ്റീവായിട്ടുള്ള സമരമാണെങ്കിലും ചുംബന സമരത്തിൻ്റെ കാര്യം എടുക്കുന്ന സമയത്തും നമുക്കത് കാണാൻ വേണ്ടി പറ്റും. മീഡിയ എങ്ങനെയാണ് ആ സമരത്തിനെ അവതരിപ്പിച്ചത്, ഏത് തരത്തിലാണ്, ഏത് തരം ശരീരങ്ങളാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത്. വളരെ വ്യക്തികേന്ദ്രിതമായിട്ടുള്ള ഒരു സമരമായിട്ട് ആ സമരത്തിൻ്റെ മെറിറ്റിനെ അപ്പാടെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ആ സമരം അവസാനിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പം ഒരു സമരത്തിൻ്റെ മരണാനന്തര ജീവിതമാണ് ഒരു നിലയിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പരിമിതി എനിക്കുമുണ്ട്, പുറമേ നിന്ന് കണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമരം എന്താണ് ബാക്കിയാക്കുന്നത്, അല്ലെങ്കിൽ ഈ സമരം ഉണ്ടാക്കിയെടുത്ത ഒരു ഡിസ്കോഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള ചർച്ചകൾ, പലതരത്തിലുള്ള വിമർശനങ്ങൾ. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ചർച്ചയുടെ മനസ്സിലാക്കുന്നില്ല. എപ്പോഴും നമ്മളിപ്പോൾ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള, സെക്ഷുവാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സോ കോൾഡ് പ്രോഗ്രസീവ് ലേബൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും നിങ്ങളോട് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനാണ് പറയാം. ഒന്നെങ്കിൽ നിങ്ങളിത് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രസീവ് ആവുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള, വളരെ പ്രാകൃതം എന്ന് വിളിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ തരം താഴ്ത്തപ്പെടുന്നു. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു യുക്തിയിൽ എപ്പോഴും കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു യുക്തിയിലല്ല നമ്മുടെ ജീവിതം അടുക്കിയിരിക്കുന്നത്. 1958 US ഒരു പ്രധാനപ്പെട്ട കേസ് സംഭവിക്കുന്നുണ്ട്. കിസ്സിങ് കേസ് എന്നാണ് അതിൻ്റെ പേര്. ആ കേസ് എന്താണെന്ന് വെച്ചാൽ, ഒരു മൈനർ ആയിട്ടുള്ള ഒരു വൈറ്റ് ആയിട്ടുള്ള പെൺകുട്ടി രണ്ട് ബ്ലാക്ക് ആഫ്രോ അമേരിക്കൻ ആയിട്ടുള്ള രണ്ട് കുട്ടികൾക്ക് ഉമ്മ കൊടുക്കുന്നു. ചീക്കിലാണ് ഉമ്മ കൊടുക്കുന്നത്, കവിളിൽ ഉമ്മ കൊടുക്കുന്നു. ഈ കുട്ടി ഇത് വീട്ടിൽ വന്ന് പറയുന്നു, ഫാമിലിയിൽ ഈ വൈറ്റ് ആയിട്ടുള്ള ഗേൾ വീട്ടിൽ വന്ന് പറയുന്നു. അതിനുശേഷം ഇവരുടെ പാരൻസ് ഈ രണ്ട് കുട്ടികൾക്കെതിരെ റേപ്പ് ചെയ്തു ഈ പെൺകുട്ടി എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ ജയിലിലാവുകയൊക്കെ ചെയ്യുന്ന ഒരു കേസുണ്ട്. അപ്പം ഉമ്മ എപ്പോഴും ഭയങ്കര നിഷ്കളങ്കമായിട്ട്, വളരെ സ്നേഹത്തിൻ്റെ രൂപമായിട്ടോ ജാത്യാതീതമായിട്ടുള്ള ഒരു രൂപത്തിലോ മാത്രമാണോ നിൽക്കുന്നത്? എല്ലാ ഉമ്മകളും ഒരുപോലെ സ്വീകരിക്കപ്പെടുന്നോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ചുംബന സമരം നടക്കുന്ന സമയത്ത് വൈഖരി ആര്യാട്ട് എന്ന് പറയുന്ന ദളിതായിട്ടുള്ള ക്വിയർ ആയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് അവർ എഴുതുന്ന ഒരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ് ചെയ്തിയ ഒരു കാര്യമാണ്. അത് വായിക്കേണ്ടത് പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് ഇടതുപക്ഷ വൃന്ദത്തിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് SUവിനെ കേന്ദ്രീകരിച്ച് ഉയർന്നു വന്ന രൂപം അരുന്ധതിയുടേതായിരുന്നു സ്വാഭാവികമായിട്ടും. അപ്പം ആ സമയത്ത് വൈഖരി എഴുതിയ പോസ്റ്റ് ഇതാണ്: ചുംബന സമരത്തിൻ്റെ വാർഷികത്തിന് ശേഷം പ്രത്യേകം ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ക്യാമറയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് മനഃപൂർവ്വം അവർ തഴഞ്ഞ കറുത്ത ശരീരങ്ങളുടെ ഉമ്മകളെ, പൊതുബോധത്തിൻ്റെ സൗന്ദര്യ സങ്കല്പത്തിന് യോജിക്കാത്ത ശരീരങ്ങളുടെ ഉമ്മകളെ, സഹോദരങ്ങളുടെ ഉമ്മകളെ, ലെസ്ബിയൻ ഉമ്മകളെ, ഗേ ഉമ്മകളെ, മറ്റു ക്വയർ ഉമ്മകളെ. അപ്പം നമ്മുടെ മീഡിയ എപ്പോഴും അവതരിപ്പിച്ചത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് ഏത് തരം നറേറ്റീവിനെ ആയിരുന്നു എന്നുള്ളത് ആ സമരത്തിൻ്റെ മെറിറ്റിനെ വല്ലാതെ ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം രേഖാരാജിനോട് സംസാരിക്കേണ്ട. അപ്പോൾ അവർ പറഞ്ഞത് ഒരു മോറൽ കൺസേണിൻ്റെ പുറത്തല്ല കേരളത്തിലെ ദളിത് ഫെമിനിസ്റ്റുകളിൽ ഒരു കൂട്ടം ഈ സമരത്തോട് വിട്ടു നിന്നത്. അവർ താത്വികമായിട്ട് ഇതിനോട് ഐക്യപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഓൾറെഡി വളരെ കറപ്റ്റഡ് ആയിട്ട്, ഹൈപ്പർ സെക്ഷൽ ആയിട്ട്, വളരെ ലൂസായിട്ട് പൊതുസമൂഹം തിരിച്ചറിയുന്ന ശരീരങ്ങൾ ഇത്തരത്തിലുള്ള ആക്ട് ചെയ്തു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവർ കൺസേൺഡ് ആയിരുന്നു. ഒരു സവർണ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു ശരീരത്തിന് കിട്ടുന്ന സ്വീകാര്യത ആയിരിക്കില്ല, ആ പേരായിരിക്കില്ല ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത് നടക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കൃത്യമായിട്ട് ആ ഒരു
ദളിത് സ്ത്രീനെ സംബന്ധിച്ചിട്ടുള്ള ആ ശരീരത്തിനെ സംബന്ധിച്ചിട്ടുള്ള പൊതുഭാവനയെ തൃപ്തിപ്പെടുത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ സമരത്തോട് വിട്ടു നിന്നത് എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തെ കാസ്റ്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്വയർ ആയിട്ടുള്ള മനുഷ്യർ ഒരുപാട്, ജിജോ ഉൾപ്പെടെയുള്ള ഒരുപാട് മനുഷ്യർക്കെതിരെ അന്ന് കേസുകൾ ഉണ്ടാവുകയും അവരുടെ സ്പേസ് റെയ്ഡ് ചെയ്യപ്പെടുകയും കുറേ അധികം ഡോക്യുമെന്റ്സ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവുകയുണ്ട്. ഇപ്പോൾ ഒരുപാട് അവർ പറഞ്ഞത് കുറേ കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ച പത്രക്കട്ടിങ്ങൾ അവർ മുന്നേ മുതൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹോമോസെക്ഷുവാലിറ്റിയൊക്കെ ബന്ധപ്പെട്ട് പല കാലങ്ങളിൽ വന്നിട്ടുള്ള മലയാളത്തിലും മറ്റ് ഭാഷകളിലൊക്കെ വന്നിട്ടുള്ള ആർട്ടിക്കിളുകളുടെ കളക്ഷൻ, ഇതൊക്കെ പോലീസ് റെയ്ഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മനുഷ്യർക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, അവരിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഡിസ്കോഴ്സിനെ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഏകപക്ഷീയമായിട്ട് ആ സമരത്തിനെ ആദർശവൽക്കരിക്കാനോ ഏകപക്ഷീയമായിട്ട് തള്ളാനോ അനുവദിക്കാതെ ഈ വൈരുദ്ധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് ആ സമരത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അത് നൽകിയ തുറവികളെ എങ്ങനെ മനസ്സിലാക്കാം, അതിൻ്റെ തുടർച്ചകൾ ഉണ്ടായോ തുടങ്ങിയ ചോദ്യങ്ങളെ നമ്മൾ നേരിടേണ്ടതുണ്ടെന്ന് തോന്നുന്നു. വളരെ പ്രസക്തമായൊരു പോയിന്റിലാണ് ആദി ഈ സംവാദത്തിൻ്റെ ആദ്യ ഭാഗം നിർത്തിയിരിക്കുന്നത്. തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചുംബന സമരാനന്തര ശേഷമുള്ള ഈ 12 വർഷത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവിതം അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ സമരത്തിൻ്റെ ആശയപരമായ ധാരകളെ വേണ്ടും വിധം കരുപിടിപ്പിക്കാൻ പിന്നീട് കേരള സമൂഹത്തിന് സാധിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി വളരെ പ്രധാനമാണ്. അത് ആ അർത്ഥത്തിൽ കൂടി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുകൂടി വിചാരിക്കുന്നു. ദേവികമൻ. എനിക്ക് എന്താ ഞാൻ പറയേണ്ടത്, ആ പറഞ്ഞതിനോട് കുറച്ച് വിയോജിപ്പുണ്ട് കേട്ടോ. കാരണം സ്പർശം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടും കേരളത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി വന്ന പുതിയ സെക്യുലറൈസ്ഡായ ജാതി വ്യവസ്ഥ ഏറ്റവും കൃത്യമായിട്ട് വേർതിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ കേരളത്തിലെ 20-ാം നൂറ്റാണ്ടിലെ ജാതി വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് സെക്യുലറൈസ്ഡ് ആണ്. മറ്റുള്ള അതിന് മുമ്പുണ്ടായിരുന്ന ജന്മജാതിഭേദ വ്യവസ്ഥയിൽ നിന്ന് മാറി ഈ തൊടലിനെ വേറൊരു തരത്തിൽ, അതായത് തീണ്ടലൊക്കെ അവസാനിച്ച് കാണും, പക്ഷേ ആ തീണ്ടൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഈ ലിംഗ അടിസ്ഥാനത്തിൽ മാറ്റി. അതുകൊണ്ടാണ് ബസ് സ്റ്റോപ്പിലൊക്കെ കേരളത്തിലെ ഒരു പഴയ പ്രത്യേകത ആണുങ്ങളും പെണ്ണുങ്ങളും 2 സൈഡായിട്ട് മാറി നിൽക്കും. അതിൻ്റെ ഉദ്ദേശം ആണിനെയും പെണ്ണിനെയും മാറ്റൽ മാത്രമല്ല, ഈ ആണും പെണ്ണും പല ജാതിയിൽ മതത്തിൽപ്പെട്ടവരായിരിക്കാം, കലരരുത്, അങ്ങനെ ജാതിയുടെ ഒരു എൻഡോഗാമി വീണ്ടും വീണ്ടും തുടരണം എന്നുള്ള ആ ഒരു നിശബ്ദമായ നിയമമാണ് ശരിക്കും ഈ ആണിനെയും പെണ്ണിനെയും വേർതിരിക്കാൻ. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നു കഴിഞ്ഞാൽ പലതരം ശരീരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകർഷിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് തടയുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ സ്പർശ നിരോധത്തിൻ്റെ ഒരു പിന്നിലുള്ള യുക്തി. ആ യുക്തി ഈ സമരത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നത് ഈ ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന പോലെ ഒരു ഒന്നെങ്കിൽ നവവരേണ്യർ അല്ലെങ്കിൽ വരേണ്യർ, അതല്ലെങ്കിൽ വരേണ്യരല്ലാത്ത വിഭാഗത്തിൽ നിന്ന് ആഗോളീകരണത്തിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് വരേണ്യ നിലയിലേക്ക് ഉയർന്നവർ. ഈ 3 തരം വരേണ്യരിൽ ആരെങ്കിലും തന്നെ ആയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അത്തരമൊരു സാധ്യതയെ പിടിച്ചെടുക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും പ്രാപ്തമായ ഒരു ദലിത് ബുദ്ധിജീവി സമൂഹം കേരളത്തിലുണ്ടായിരുന്നു അന്ന്. അവരത് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സമരത്തിന് ഈ പറഞ്ഞ വരേണ്യതയും അവസാനം വളരെ ദയനീയമായിട്ട് ഈ അമാനവിക അടിപിടിയിലൊന്നും അവസാനിക്കാതെ അതൊരു അതിശക്തമായ കീഴാള മുന്നേറ്റം, ഒരു സബോൾട്ടൺ അല്ല അതിന് പറയേണ്ടത്, ജാതി വിരുദ്ധ മുന്നേറ്റമായിട്ട് അതൊരു പക്ഷേ മാറിയേനെ. കാരണം ഇടയ്ക്ക് നമ്മൾ കുറച്ച് പേരൊക്കെ ശ്രമിച്ചിരുന്നു, കിസ് ഓഫ് ലവ് അല്ല, കിസ് അഗെയിൻസ്റ്റ് കാസ്റ്റ്, കിസ് അഗെയിൻസ്റ്റ് ഫാസിസം എന്നൊക്കെ ഉള്ള പല എഡിഷൻസ്. അതായത് ഒരേ സമരത്തിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ അത് വളരുമ്പോൾ അത് പലതായിട്ട് കിസ് അഗെയിൻസ്റ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധ്യത ഉണ്ടായിരുന്നു. രേഖ ഇപ്പം അങ്ങനെ പറയുന്നുണ്ടാവും, പക്ഷെ അന്ന് ഞങ്ങളൊക്കെ രേഖ തിരിച്ചറിഞ്ഞത് ഒരു അലയായിട്ട് തന്നെയാണ്. രേഖ പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഈ ദലിത് പുരുഷ ബുദ്ധിജീവികളോട് ഈ സമരത്തിൻ്റെ യുക്തിയെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരാളായിട്ട് തന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതൊരു ബ്യൂട്ടിഫുള്ളായി ഈ പറഞ്ഞ പോലെയാണ്. ഈ പൗരത്വം എന്ന് പറഞ്ഞാൽ പുരുഷ കേന്ദ്രിതമാണ്. അപ്പം ഡീസെക്ഷുവലൈസ്ഡ് ആയ ഒരു ശരീരം നേടിയ സ്ത്രീയെ മാത്രമേ രാഷ്ട്രീയത്തിലോട്ടോ പൊതുമണ്ഡലത്തിലോട്ടോ ഒക്കെ എടുക്കുകയുള്ളൂ.
ഇപ്പോൾ ഒരു ദലിതരെ സംബന്ധിച്ചിടത്തോളം ജാതിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവർ നേരെ ഡൊമസ്റ്റിക് ഇടത്തിലേക്കല്ല പോണത്, അവർ പൊതുവിടത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രൈണത എന്ന് പറയുന്ന സംഗതി ഒട്ടും സ്ത്രീകളുടെ ഈ സ്ത്രൈണതയല്ല, ശരീരത്തിൻ്റെ സാന്നിധ്യം തന്നെ തുടച്ചു കളയേണ്ടതുണ്ടോ എന്നൊക്കെ അതൊക്കെയാണ് രേഖാരാജിൻ്റെ ഒറിജിനലായ ചിന്താപരമായ സംഭാവനകളെന്നാണ് ഞാൻ കരുതുന്നത്. അത് ആ രീതിയിൽ അവരെവിടേക്കും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദീസ് ആർ ദ കൈൻഡ്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ കോൺട്രിബ്യൂഷൻസ് രേഖ ഹാസ് മെയ്ഡ് ആസ് എ തിങ്കർ ടു ദലിത് തോട്ട് ഇൻ കേരള. വേറെ ഒരു നഷ്ടപ്പെട്ടു പോയ, ഞാൻ ഇപ്പോഴും വ്യസനിക്കുന്ന ഒരു സാധ്യത, ഈ ഒരു സമരത്തിൽ നമ്മൾ ദൃശ്യമായ ഒരു സംഗതി, ഈ ഭരണകൂടം, ഇന്ത്യൻ ഭരണകൂടം ഒരു വശത്ത് മതവസ്ത്രം അണിഞ്ഞ സ്ത്രീ ശരീരത്തെ ഭയങ്കരമായിട്ട് പോലീസ് ചെയ്യുകയും അതുപോലെ തന്നെ ആ പോലീസിങ് ഒരു വശത്തൂടെ നടക്കുമ്പോൾ മറുവശത്തൂടെ ഈ പറഞ്ഞ പോലെ ഇൻറ്റിമേറ്റ് ആയ ആക്ട്സ് പൊതുവിടത്തിൽ ചെയ്തിട്ടുള്ള, അത് വളരെ ലഘുവായ ഇൻറ്റിമേറ്റ് ആക്ട്സ് ആണെങ്കിൽ പോലും അതിനെ ശിക്ഷിക്കുന്നത് അശ്ലീല വിരുദ്ധ നിയമം വഴി ശിക്ഷിക്കുന്നതും ഇതേ ഭരണകൂടം തന്നെയാണ്. ഇപ്പം ഭരണകൂടം രണ്ട് തരത്തിൽ ശരീരങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇത് ഒന്ന് മതപരമായ നിയന്ത്രണമാണെങ്കിൽ മറ്റേത് പബ്ലിക് മൊറാലിറ്റിയുടെ പേരിലുള്ള നിയന്ത്രണമാണ്. ഇത് രണ്ട് പാരലൽ അധികാര രേഖകളാണ്. ഇത് സുവ്യക്തമായ രീതിയിൽ നമ്മുടെ മുന്നിൽ തെളിഞ്ഞ ഒരു മുഹൂർത്തമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലോജിക്കലായിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മിനി സ്കേർട്ട് അണിഞ്ഞ സ്ത്രീകളും പർദ്ദ അണിഞ്ഞ സ്ത്രീകളും ഒരുമിച്ച് പൊതുവിടത്തിൽ ഇടപെടുക എന്നുള്ളതാണ് അതിൻ്റെ ലോജിക്കലായ അടുത്ത സ്റ്റെപ്പ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ ഇപ്പം ഒരു ദലിത് ഇസ്തറ്റിക്സിൽ നിന്നൊക്കെ വരുന്ന തരം ബോഡി പ്രസൻറ്റേഷൻ, ഇപ്പം നമ്മൾ പലപ്പോഴും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പല എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. OBC വനിതകൾ, ദലിത് വനിതകളൊക്കെ എംപവേർഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ബോഡി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ശരീര പ്രകടനങ്ങളുണ്ട്. അതൊക്കെ ഇന്നത്തെ നിയമപ്രകാരം വേണമെങ്കിൽ നിങ്ങൾക്ക് അശ്ലീല നിയമപ്രകാരം കീഴ്പ്പെടുത്തുന്ന സംഗതികളാണ്. അപ്പോൾ അത്തരം പ്രകാശനങ്ങൾക്കുള്ള വലിയൊരു സാധ്യത ഇതിലുണ്ടായിരുന്നു. അത് ഇല്ലാതാക്കിയത് എനിക്കിത് പറയാൻ ഒരു മടിയുമില്ല. ഈ പറഞ്ഞ വളരെ വാലിഡായ രാഷ്ട്രീയങ്ങളിൽ വളരെ ഉപയോഗപ്രദവും പിന്നെ തെളിച്ചമാർന്നതുമായ പല ഉൾക്കാഴ്ചകളും നമുക്ക് തന്നിട്ടുള്ള, നിർഭാഗ്യകരമായി ഈ രാഷ്ട്രീയ നിമിഷത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ ശേഷിയില്ലാത്തവരുമായ ബുദ്ധിജീവികളാണെന്ന് പറയാതിരിക്കാൻ വയ്യാണ്. അത് പറഞ്ഞേ പറ്റൂ. പ്രധാനപ്പെട്ടൊരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റിലാണ് ദേവിക മാം നിർത്തുന്നത്. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ശരീരങ്ങളെ, അതിൻ്റെ സങ്കീർണതകളെ, മനുഷ്യൻ്റെ കാമനാലോകങ്ങൾക്കകത്ത് ദമിതമായി കിടക്കുന്ന പലതരം സംഘർഷങ്ങളെ ആവിഷ്കരിച്ചൊരു എഴുത്തുകാരൻ കൂടിയാണ് പ്രമോദ് രാമൻ. നേരത്തെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ പ്രമോദ് രാമൻ സൂചിപ്പിച്ച ചുംബന സമര അനന്തരമുള്ള കേരളത്തിൽ പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിലേക്കുള്ള ഒരു ചിന്താലോകം പ്രമോദ് നമുക്ക് മുമ്പിൽ തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ കാണേണ്ടത് 2014 എന്ന വർഷത്തെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ കേന്ദ്രത്തിൽ സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു സ്വതന്ത്ര ബഹുജന സമരമായിരുന്നു അത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തേക്കും വലിയ തോതിൽ വ്യാപിച്ച, യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ വ്യാപിച്ച ആ സമരത്തിന് അതീവ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പലരും ഒരുപക്ഷെ ഒരു സവർണ ദൃഷ്ടിയിൽ കാണുന്ന സമയത്ത് ഭയങ്കര അശ്ലീല സമരം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ട അല്ലെങ്കിൽ വിവക്ഷിക്കപ്പെട്ട ആ സമരത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് ഞാൻ വിചാരിക്കുന്നത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തോടുള്ള ഒരു വിയോജിപ്പിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയായിരുന്നു ഈ സവർണ ഹൈന്ദവ പ്രത്യയശാസ്ത്രത്തോടുള്ള ഒരു എതിർപ്പ്, അതിൻ്റെ മൗലികമായ സ്വഭാവങ്ങളിൽ ഒന്നായിരുന്നു. അത് ഈ 2014 അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ പിന്നീട് അങ്ങോട്ട് ഒരുപക്ഷെ ക്യാമ്പസുകളിലും സാധാരണ നിലയിലുള്ള പൊതുവിടങ്ങളിലും ഒക്കെ അല്ലാതെ അതിലും ഉപരിയായി അത് കുടുംബങ്ങളിൽ പോലും അത് പ്രതിഫലിക്കും എന്നൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കാണുന്നത് അത് സംഭവിച്ചില്ല എന്ന് തന്നെയാണ്. മറിച്ച് ഈ പ്രത്യയശാസ്ത്രം, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ വളരെ ശക്തമായ സ്വാധീനം
പിന്നീട് അങ്ങോട്ട് നമ്മുടെ കുടുംബങ്ങളെ ആവട്ടെ, അതുകൂടാതെ നമ്മുടെ അക്കാദമിക് സമൂഹത്തെ ആകട്ടെ, അല്ലെങ്കിൽ പൊതു സമൂഹത്തെ ആകട്ടെ, കാര്യമായി തന്നെ പിന്നോട്ടടിക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് അധികാരം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണം കൂടിയായി കാണേണ്ടതാണ്. ഇന്നിപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇന്നിപ്പോൾ അന്ന് നടന്ന അതേ നിലയ്ക്കുള്ള ഒരു ചുംബന സമരം നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണെങ്കിൽ അത് കുറെ കൂടി രക്തരൂഷിതമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനെതിരായിട്ടുള്ള ശക്തികളുടെ അവരുടെ ഒരു അക്രമാസക്തി അത് കൂടിയിട്ടുണ്ട്. അത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതേ ഉള്ളൂ. വളരെ ലിബറലായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, സ്നേഹപൂർണമായ ഒരു പെരുമാറ്റം പോലും, ഒരു ശബ്ദം പോലും അനുവദിക്കാത്ത വിധത്തിൽ ഹിംസാത്മകമായ രീതിയിൽ പെരുമാറുന്ന ഒരു വലിയ വിഭാഗത്തെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. ആ ഹിംസാത്മകത യഥാർത്ഥത്തിൽ വളർന്നു വന്നിരിക്കുന്ന ഈ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടി പ്രതിഫലനമാണ്. അത് തീവ്ര വലതുപക്ഷ പ്രത്യയശാസ്ത്രമാണ്. അതിനെ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ പ്രത്യയശാസ്ത്രം മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല. അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒട്ടനേകം സ്വതന്ത്ര ബുദ്ധിജീവികളുണ്ട്, സ്വതന്ത്ര രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവരുണ്ട്. അതിന് ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൂടിയാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ പറയുന്ന ഹിംസാത്മകത വളർന്നു വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ ഒരു രണ്ടാം ചുംബന സമരമോ അല്ലെങ്കിൽ അതിലും ഉപരിയായിട്ടുള്ള ഒരു സമരം, അന്ന് എന്താണ് ഏറെ ആക്ഷേപിക്കപ്പെട്ട കാര്യം? ഇന്ന് നിങ്ങൾ പരസ്യമായി ചുംബിക്കുന്നു, നാളെ നിങ്ങൾ മറ്റൊരു കാമവൃത്തി പരസ്യമായി ചെയ്യാതിരിക്കില്ല. എന്താ അതുണ്ടാവില്ല എന്നതിന് എന്താണ് ഉറപ്പ് എന്ന് തുടങ്ങിയ പ്രതിലോമകരമായ ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയർന്നിരുന്നു. അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി കുറ്റകരമാവാത്തിടത്തോളം കാലം അത് അനുവദിക്കപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് കരുതുന്നതിന് പകരം അത് ശരിയാണ് എന്ന് കരുതിയ അധികാര സമൂഹവും നമുക്കുണ്ടായിട്ടുണ്ട്. എന്തായാലും ഞാൻ വിചാരിക്കുന്നത് അതൊരു സമൂഹം സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്, ഏതറ്റം വരെ പോകണ്ട എന്നുള്ളതൊക്കെ. അതിൽ ആർക്കും തന്നെ ഒരധികാര ശക്തിക്കും അതിൽ നിയന്ത്രണം ഉണ്ടാവരുത് എന്നുകൂടി ഞാൻ കാണുകയാണ്. എന്തായാലും ഇത് പിന്നോട്ട് പോയി ഇനിയും അതിനെ തിരിച്ചെടുക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് കേരള സമൂഹത്തിൻ്റെ എവല്യൂഷനെ സംബന്ധിച്ച് പ്രമോദ് രാമൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ചുംബന സമരത്തിൻ്റെ ഒരു സംഘാടകയായി നിന്ന സന്ദർഭത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്, അതിനെ എങ്ങനെയാണ് കോഴിക്കോടിൻ്റെയും കേരളത്തിൻ്റെയും സമൂഹം കൈകാര്യം ചെയ്തതെന്നത് സംബന്ധിച്ച് ദീദി നേരത്തെ പറഞ്ഞു. 12 വർഷങ്ങൾ പിന്നിട്ടു. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവമായി ദീദിയുണ്ട്. ചുംബന സമര അനന്തര കേരളം കോഴിക്കോട് എങ്ങനെയാണ് ദീദിയെ സ്വീകരിച്ചത്? നേരത്തെ സെഗ്മെൻറ്റിൽ എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ജേർണി ആയിട്ട് അത് വിശദീകരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മാറി എന്ന് പറഞ്ഞാൽ അത് ഒരു അബ്സർജ് തന്നെ ആയിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. ആ എസ്കലേഷൻ കഴിഞ്ഞ് നമ്മൾ ലാൻഡ് ചെയ്തു. ഇനി പറയേണ്ടത് നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്യേണ്ട സമയമാണ്. അത് സംസാരിക്കേണ്ടത് ആദിയുടെ ശബ്ദമാണ്. അത് വളരെ റെലവൻറ്റുമാണ്. ആദ്യം അതിനെ ക്രിട്ടിക്കലായിട്ട് കാണുമ്പം നമ്മൾ തിരിച്ചറിയുകയാണ് ഈ അബ്സർജും ഈ പറഞ്ഞ ഇതിൻ്റെ ഗ്ലോറിഫിക്കേഷനും ഒക്കെ മാറ്റി നിർത്തിയാൽ അത് ഇൻക്ലൂസീവ് ആയിരുന്നോ അല്ലേ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ കൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതിനോടൊപ്പം എനിക്ക് പ്രമോദിൻ്റെ അത്ര സിനിക്കലല്ല ഞാൻ. കാരണം ഇനിയൊരു ചുംബന സമരം വന്നാൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കളയുമെന്ന ഭയം എനിക്ക് തീരെയില്ല. കാരണം അതിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ ഈ കോഴിക്കോട് നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് രാത്രി 2 മണിക്കോ 3 മണിക്കോ വന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒരു കഫേയിലിരുന്ന് ചുംബിക്കുകയോ അടുത്തിടപഴകുകയോ ചെയ്തതിൻ്റെ പേരിലാണ് 2014 ഒരു സമരം നടന്നത് എങ്കിൽ ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്ലക്കാർഡ് ഇല്ലാതെ, സ്റ്റേറ്റ്മെൻ്റ് ഇല്ലാതെ
ഒരുവിധ മുദ്രാവാക്യങ്ങളും ഇല്ലാതെ ഇവിടുത്തെ യൂത്ത് എന്ന് മാത്രം പറയുന്നില്ല, ഇവിടെയുള്ള സകല കോഴിക്കോട്ടുകാരെയും രാത്രി 2 മണിക്കും 3 മണിക്കും സജീവമായിട്ടുള്ള കഫേകളിൽ ഈ പറഞ്ഞ സൗഹാർദ്ദങ്ങളും ഇൻറ്റിമസികളും ഷെയർ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കോഴിക്കോട് കൂടെ നടക്കുന്നത്. അപ്പം 2014 മുതൽ ഇങ്ങോട്ട് എന്ത് സംഭവിച്ചു, അതിന് മുഴുവൻ കാരണം കിസ് ഓഫ് ലവ് ആണ് എന്നല്ല. പക്ഷേ കിസ് ഓഫ് ലവിൻ്റെ ശേഷം എന്ത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ടംപ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. എന്ന് വെച്ച് നമ്മൾ റിവൈവലിസ്റ്റിക് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. റൈറ്റ് വിങ് അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടെ റിവൈവലിസ്റ്റിക്കായി തന്നെ മുന്നേറുമ്പോൾ തന്നെ നമ്മളതിനെ എങ്ങനെയാണ് ഉപേക്ഷിച്ച് കളഞ്ഞത്, നമ്മൾ റദ്ദാക്കി കളഞ്ഞത്, നമ്മൾ അതിനെ നിരാകരിച്ച് കളഞ്ഞത് എന്നറിയാൻ ഒറ്റ രാത്രി കോഴിക്കോട് തെരുവിലൂടെ നടന്നാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. എങ്കിൽ കൂടി ഈ പറഞ്ഞതുപോലെ ചുംബന സമരാനന്തര ക്യാമ്പസിൽ സാംസ്കാരിക ജീവിതത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആദി, ചുംബന സമരാനന്തരമുള്ള ഒരു കേരളത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സമയത്തിൻ്റെ ഭയങ്കര പരിമിതിയുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രേഖേച്ചി തീർച്ചയായിട്ടും പറഞ്ഞിട്ടുള്ളത് ഒരു സർഗാത്മക സമരം എന്ന രീതിയിലാണ് അതിനെ അടയാളപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലാണ്. പക്ഷേ കേരളത്തിലെ ദളിത് ഫെമിനിസ്റ്റുകൾ എന്തുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിന്നു എന്നതിൻ്റെ കാര്യമായിട്ടാണ് അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതിന് വൈഖരി ആര്യാട്ടിനെ പോലെ, സദിയ അങ്കമാലിനെ പോലെ, ജെനി റൊവീന എഴുതുന്നുണ്ട് ഉത്തരകാലത്തിലൊരു ലേഖനം, കീയാള സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് എന്തുകൊണ്ട് ആ സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ കേരളത്തിലുള്ള കെ കൊച്ചിനെ പോലെയുള്ള കെ ബാബുരാജിനെ പോലെയുള്ള ആളുകൾ ഇതിനോടുള്ള കൃത്യമായിട്ടുള്ള അവരുടെ സ്റ്റാൻഡ് എഴുതുന്നുണ്ട്. അപ്പം അതിനെ കേവലം ഒരു ആൺ ബുദ്ധിജീവി സ്റ്റാൻഡായിട്ട് സദാചാരവാദപരമായിട്ട് ലേബൽ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അങ്ങനെ ലേബൽ ചെയ്യുന്നതോടെ നമ്മുടെ ഡയലോഗുകൾ ഇല്ലാതാവും, ചർച്ചകൾ ഇല്ലാതാവും. എല്ലാ ലേബലിങ്ങും ചെയ്യുന്ന പണി അതാണ്. അപ്പം അതിനോടുകൂടി എൻഗേജ് ചെയ്തും അതിനോടുകൂടി ചർച്ച ചെയ്തും മാത്രമേ നമുക്ക് അതിനെ കുറെ കൂടി പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ആ വിമർശനങ്ങളെ അപ്പാടെ റദ്ദ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് എല്ലാ റെസ്പെക്റ്റോടു കൂടി എനിക്ക് അത് പറയേണ്ടതുണ്ട് തോന്നുന്നു. പിന്നെ ഞാൻ എന്തായാലും ഭാവിനെ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നത്. കാരണം അങ്ങനത്തെ ഒരു ഹോപ്പില്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ആ രീതിയിൽ വളരെ ഹോപ്പ്ഫുള്ളാണ്. ഓക്കെ, ഒരു ശീർഷകത്തിന് കീഴിലും സംവാദങ്ങളല്ലാതെ അത് ഉയർത്തുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയുള്ള നിമിഷങ്ങൾ ഓഡിയൻസിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സന്ദർഭമാണ്. ചോദ്യങ്ങളാണ്. അഭിപ്രായ പ്രകടനങ്ങളോ ദീർഘമായ പ്രസംഗങ്ങൾക്കോ ഈ വേദിക്ക് പരിമിതിയുണ്ട് എന്നറിയാമല്ലോ. അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് പാനലിൽ ഉള്ള ആരോടും അവരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരതിനോട് റെസ്പോണ്ട് ചെയ്യും. ചോദ്യം ദീദിയോടാണ്. എൻ്റെ പേര് ആദർശ്. ഞാൻ 30 ലക്ഷത്തോളം കുട്ടികളെ യൂട്യൂബിലൂടെ കേരളത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പം ചോദിക്കാനുള്ളത്, ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു ക്ലാസ്സിൽ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നിന്നിട്ട് ചുംബിക്കുകയാണ്. ഞാൻ അവരോട് ജസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ അവരെ വേറെ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് പറഞ്ഞു കൊടുത്തു, മക്കളെ ഏജ് ഓഫ് കോൺസെൻറ്റ് എന്ന് പറയുന്നത് 18 വയസ്സാണ്, നിങ്ങൾ ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് മാത്രം പറഞ്ഞു കൊടുത്തു. നമ്മൾ ഹഗ് നോർമലാണ്, കിസ് നോർമലാണ്, സെക്സ് ചെയ്യുക എന്ന് പറയുന്നത് കൺസെൻഷ്വൽ അഡൽട്ടിനെ സംബന്ധിച്ച് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിത് നോർമലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കുട്ടികളെ എന്താണ് പോക്സോ എന്നും എന്താണ് സെക്ഷൽ ഗ്രൂമിംഗ് എന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഇല്ല. ആ ഉത്തരവാദിത്തം 2014 ഞാൻ +1 പഠിക്കുന്ന കുട്ടിയാണ്. ഇന്ന് ഈ 12 വർഷങ്ങൾക്ക് ഇപ്പുറമാണെങ്കിലും കേരളത്തിൽ ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ നമ്മളെപ്പോലുള്ളവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് രണ്ടും രണ്ടാണ് എന്നുള്ള തിരിച്ചറിവില്ലാഞ്ഞിട്ടാണോ ആ ചോദ്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഈ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പം ഒരു ഇടയ്ക്ക് എപ്പോഴോ നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്നതിൻ്റെ പേരിൽ റോട്ടിൽ കൂടെ ആരും നടക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ഇനി റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല എന്നോ അതിന് പ്രത്യേക ട്യൂട്ടോറിയൽ വേണം എന്നോ നിങ്ങൾ പറയുന്നതിന് തുല്യമാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. എന്താണ് കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡനം എന്ന് പറയുന്നതും എനിക്ക് എൻ്റെ പാർട്ട്ണറിനോട് ഇൻറ്റിമേറ്റായിട്ട് പെരുമാറാൻ എനിക്കറിയാം ഈ ബോർഡർ ലൈൻ എവിടെയാണ്, ആ തിരിച്ചറിവ്, ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മൊറാലിറ്റി എന്ന ബ്രാക്കറ്റിലേക്ക് എല്ലാത്തിനെയും കൂടെ ചുരുക്കി കെട്ടുന്നതിന് സമമാണ്. ആ തിരിച്ചറിവ് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല എന്നും അത് ഒരു ഐഡിയോളജിയിൽ നിന്നും വരുന്ന ചോദ്യമാണ് എന്നും ചോദ്യത്തിലുപരി അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നും തിരിച്ചറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന കൈയടിക്കുന്നവർ എന്നാണ് എൻ്റെ വിശ്വാസം. ചോദ്യം എന്നോടല്ലെങ്കിലും ഒരു കാര്യം, ഒരു തിരുത്തുണ്ട് നിങ്ങൾ പറഞ്ഞതിൽ. 15 വയസ്സുള്ള കുട്ടികൾ 2 പേരും 15 വയസ്സാണെങ്കിൽ
ഈ ചുംബിക്കുന്നത് പോക്സോ നിയമത്തിനുള്ളിലൊന്നും വരില്ല. അത് സുപ്രീം കോടതി അടുത്ത കാലത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രായത്തിന് താഴെയുള്ള കുട്ടികൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുകയും അവർ ചിലപ്പം വീട്ടുകാരുടെ പീഡനമൊക്കെ കൊണ്ട് ഒളിച്ചോടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ആൺകുട്ടിക്കെതിരെ ഈ കേസ് കൊണ്ടുവരുന്നത്, ആൺകുട്ടി 18 വയസ്സിന് താഴെയാണെങ്കിൽ എന്തായാലും നിലനിൽക്കില്ല. അപ്പോൾ അതൊന്നും പറഞ്ഞു കൊടുക്കരുത് കുട്ടികൾക്ക്. അതൊക്കെ ഒരുതരം പേടിപ്പിക്കുന്ന പോലെയാണ്. അത് ചെയ്യരുത്. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഹലോ, എൻ്റെ പേര് ആഷിഖ്, തൃശ്ശൂരാണ് വീട്. എന്തുകൊണ്ട് ചുംബന സമരത്തിനൊരു തുടർച്ച വന്നില്ല? ആ സമരത്തിനെതിരെ വിവിധ തലങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള സംഘടനകൾ വരെ അതിൽ ചുംബന സമരത്തിനെതിരെ ഒന്നിച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് ഇപ്പം നിങ്ങൾ പറയുന്നിടത്തോളം കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ പ്രസക്തി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ സമരത്തിൽ മുൻനിരയിൽ നിന്ന ചില വ്യക്തികളൊക്കെ ഇപ്പം എത്തിപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണോ അതല്ല അതിൻ്റെ പ്രാധാന്യമോ പ്രസക്തിയോ അല്ലെങ്കിൽ മുൻനിരയിൽ വരാൻ ഇവിടെയുള്ള കൈയടിക്കുന്നു നമ്മളതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു മുന്നേറ്റം പിന്നീട് തുടർച്ചയൊന്നും വന്നില്ല. അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഇതുപോലുള്ള വേദികളിൽ ചർച്ച ചെയ്യാൻ മാത്രമാണ് നമ്മുടെ സമൂഹം പാകപ്പെടാത്തതാണോ? ഒന്നാമത് ഈ മുൻനിര എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു മാധ്യമ സൃഷ്ടിയാണെന്ന് ആലോചിക്കണം. ഇതിൽ രാഹുൽ പശുപാലനും രശ്മി നായരും ഇതിൻ്റെ നേതാക്കളായി അവരോധിക്കപ്പെട്ടത് മാധ്യമങ്ങൾ വഴിയാണ്. അവരതിൻ്റെ നേതാക്കളൊന്നും ആയിരുന്നില്ല. തിരുവനന്തപുരത്ത് നടന്ന ചുംബന സമരം, കോഴിക്കോട് നടന്ന ചുംബന, അതെല്ലാം വേറെ വേറെ നേതൃത്വങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഒരിടത്ത് അത് കിസ് ഓഫ് എഗൻസ്റ്റ് ഫാസിസം ആയിരുന്നെങ്കിൽ ഒരിടത്ത് അത് കിസ് എഗൻസ്റ്റ് കാസ്റ്റ് ആയിരുന്നു. അങ്ങനെ പല എഡിഷൻസ് ആയിട്ട് പലയിടത്ത് നടന്നതാണ്. എന്നാലും നമ്മുടെ മാധ്യമ ശീലങ്ങളുണ്ടല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു 2-3 നേതാക്കന്മാർ കാണും. അങ്ങനെ ഒരു നേതൃസ്ഥാനം അവർക്ക് കൽപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ ശരിക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ പുറത്ത് മുഴുവനും പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത് ഒരു പഴയ രാഷ്ട്രീയ മാധ്യമ ശീലം ഇപ്പോഴും നാട്ടിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്, പ്രസക്തി ഇല്ലാത്തതൊന്നും കൊണ്ടല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കിട്ടിയ അടിയാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ എത്ര ഭയങ്കരമായ രീതിയിലാണ് അതിൽ പങ്കെടുത്ത ചെറുപ്പക്കാർ വേട്ടയാടപ്പെട്ടതെന്നും നമുക്ക് അതിനോട് സഹകരിച്ച എന്നെ പോലെയൊക്കെ ഉള്ളവർക്ക് നന്നായിട്ടറിയാം. നമ്മൾ വക്കീലന്മാരുടെ സഹായമാകട്ടെ, സാമ്പത്തിക സഹായമാകട്ടെ, ഇതെല്ലാം സമരം കഴിഞ്ഞ് എത്ര വേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അസംഘടിതമായ ഒരു സമരമാകുമ്പോൾ ഈ ഇത്ര ഭീകരമായ രീതിയിൽ ഭരണകൂടം ആഞ്ഞടിക്കുമ്പോൾ ഒരു പക്ഷേ അതിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലായി പോകും എന്നുള്ളത് ഒരു കാര്യം. മറക്കരുത്, ഇവിടുത്തെ ഇടതുപക്ഷം വലതുപക്ഷം ഏതൊക്കെ പക്ഷമുണ്ടോ ആ പക്ഷങ്ങളെല്ലാം ഇതിനെതിരായിരുന്നു എന്നുള്ളത് മറക്കരുത്. അതൊന്ന്. എന്നിട്ടും ഇതിൽ പങ്കെടുക്കാൻ ചെറുപ്പക്കാർ വന്നു ചേർന്നു. അവരുടെ ഫേസ്ബുക്ക് പേജിൽ 1.5 ലക്ഷം അംഗത്വം 2-3 ദിവസങ്ങൾക്കുള്ളിലാണ് ഉണ്ടായത്. അതിൽ ഈ സദാചാര ഗുണ്ടായുസത്തിൻ്റെ റിപ്പോർട്ടിങ് ഇങ്ങനെ സദാസമയം ചെയ്തുകൊണ്ടേയിരുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു തുടർച്ച. പിന്നെ ഇത് തുടർച്ചയില്ലാന്നൊന്നും പറയില്ല. ഇത് തെറ്റിത്തെറിച്ചതിൻ്റെ അകത്തുനിന്ന് വന്ന കുറേ സ്പാർക്സ് ഉണ്ട്. ഒന്ന്, ആർത്തവമായിട്ട് ബന്ധപ്പെട്ട ചില ഒരുപാട് പ്രതിരോധങ്ങൾ ഇതിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഈ സ്ത്രീ ശരീരത്തെ നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ. ഇതെല്ലാം ഈ സമരത്തിൽ നിന്ന് ഉണ്ടായി വന്ന പ്രമേയങ്ങളാണ്. ആ പ്രമേയങ്ങളാണ് വിപുലമായി മറ്റിടങ്ങളിൽ പൊട്ടിത്തെറിച്ച് ഉണ്ടായിക്കൊണ്ടേ ഇരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ സമരത്തെ ഈ 2014-15 ആ കാലത്തിനുള്ളിൽ കാണുന്ന രീതിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. അതൊക്കെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ പിന്തുടർന്ന് പോകുന്നത്. അതൊരു പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഈ പ്രത്യേകിച്ച് ഡിജിറ്റൽ ഇടങ്ങളിൽ അതിൻ്റെ തുടർച്ച വളരെ കാലം ഉണ്ടായെന്ന് വേണമെങ്കിൽ എന്തായാലും നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ എന്താണ്, എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വേറൊരു വലിയ, ഈ നേരത്തെ പറഞ്ഞ തന്മാരാഷ്ട്രീയങ്ങളുടെ മുൻനിരക്കാരും വളരെയധികം ഉൾക്കാഴ്ചകൾ നമുക്കെല്ലാം പകർന്നു തന്നിട്ടും വളരെ ബഹുമാന്യരുമായ നേതാക്കൾ അവരുടെ പുരുഷ കണ്ണിലൂടെ ഇവരാരും ദൈവങ്ങളല്ല, നമ്മളാരും ദൈവങ്ങളല്ല. അപ്പോൾ നമുക്കെല്ലാം എവിടെയെങ്കിലും ഒരു പാളിച്ച വരും. അത് നമ്മൾക്കൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ഒരു ബ്ലൈൻഡ് സ്പോട്ടിന് നിന്ന് കൊടുത്തു. ഞാനിപ്പോഴും ബാബുരാജിനെയൊക്കെ പലതവണ ബാബുരാജിനോട് ഇത് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഈ സമരത്തിനെ നമ്മൾ മുന്നോട്ട് ഒരു ശരിക്കും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ സമരമായി വളർത്തണമെങ്കിൽ ഇവരും ഈ പറഞ്ഞ ആ ബ്ലൈൻഡ് സ്പോട്ട് ഈ ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലാത്ത
ഒരു ബുദ്ധിജീവി നേതൃത്വം ഈ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് എനിക്ക് ആദ്യമൊക്കെ പോലെയുള്ള ചെറുപ്പക്കാരെ കാണുമ്പോഴുള്ള പ്രതീക്ഷ. ഈ ലൈംഗികത എന്ന് പറഞ്ഞാൽ അത് എന്തോ വേറെ എവിടെയോ കിടക്കുന്ന ഒരു സാധനമല്ല. ഈ പറയുന്ന അധികാര വ്യവസ്ഥയുടെ ഒത്ത നടുക്ക് തന്നെ ജാതിയോടൊപ്പം ലിംഗഭേദത്തോടൊപ്പം തന്നെ ഇരിക്കുന്ന ഒരു സംഗതിയാണ് ലൈംഗികത എന്ന് അംഗീകരിക്കുന്ന ഒരു ദലിത് നേതൃത്വം ഉണ്ടായി വരുമ്പോൾ ഈ വിഷയം കുറെ കൂടി ഭംഗിയായ രീതിയിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ബാക്കി എല്ലാവർക്കും ഒരു എന്താ പറയുക, ബാക്കി എല്ലാവർക്കും ആവശ്യമായ ഒരു പ്രത്യേകതരം എന്താ നമ്മൾ ഹെജമണിക് ആയിട്ടുള്ള ജാതി വിരുദ്ധത സൃഷ്ടിക്കാൻ ഈ തലമുറയ്ക്ക് കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷയും ആഗ്രഹവും. നവസാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ഒരുപക്ഷെ ഒരു കൃത്യമായ നേതൃത്വം ഉണ്ടായതിന് ശേഷമല്ല, നേരെ മറിച്ച് ജൈവികമായ കൂട്ടായ്മകളിലൂടെ വികസിച്ചു വന്ന ഒരു സമരാനുഭവം കേരളത്തിന് ആദ്യമായി സമ്മാനിച്ച്, നേരത്തെ പറഞ്ഞതുപോലെ അയിത്തത്തിനെതിരായ സമരങ്ങൾ പോലെ ശരീരം ഇടപെട്ട ഒരു സമരത്തിൻ്റെ വ്യാഴവട്ട സ്മൃതികളിൽ തീർച്ചയായും പ്രതീക്ഷാനിർഭരമായ പോരാട്ടത്തിൻ്റെ വിവിധങ്ങളായ കൈവഴികൾ വികസിക്കുന്നുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത പാനലിലെ പ്രമുഖരായ സാംസ്കാരിക പ്രവർത്തകരോടും ഈ സെഷൻ ശ്രവിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കുമുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വേദി അടുത്ത സെഷന് വേണ്ടി ഒരുങ്ങുന്നു. നന്ദി.